ഇനി നെക്സ്റ്റ് ആണ് ഓവർ ഹെഡ് എന്ന് നമ്മൾ പറയുന്നത്. എലമെന്റ്സ് ഓഫ് കോസ്റ്റിൽ തന്നെ വരുന്നതാണ് ഈ ഓവർ ഹെഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളുടെ അഗ്രിഗേറ്റ്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇതിൻ്റെ ഒരു അഗ്രിഗേറ്റിനെയാണ് നമ്മൾ ഓവർ ഹെഡ് എന്ന് പറയുക. ഇതാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇതിന് തന്നെയാണ് ഓൺ കോസ്റ്റ് എന്നും പറയുന്നത്. ഇതിന് ചില സമയത്ത് നമ്മൾ ബേർഡൻ എന്നാണ് പറയുക, ബേർഡൻ എന്നുള്ള രീതിയിലാണ് പറയുക. കാരണം എന്താന്ന് വെച്ചാൽ ദിസ് കനോട്ട് ബി കൺവീനിയന്റ്ലി ആൻഡ് ഡയറക്ട്ലി ചാർജ്ഡ് ടു എ സ്പെസിഫിക് കോസ്റ്റ് സെന്റർ ഓർ കോസ്റ്റ് യൂണിറ്റ്. ഒരു കോസ്റ്റ് സെന്ററിലേക്കോ ഒരു കോസ്റ്റ് യൂണിറ്റിലേക്കോ ഇതുപോലെ നമുക്ക് ഡയറക്ട്ലി കൺവീനിയന്റ്ലി എന്ത് ചെയ്യാൻ പറ്റില്ല, ചാർജ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് അതിനെ അപ്പോർഷൻ ചെയ്യുക അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുകയാണ് നമുക്ക് ചെയ്യേണ്ടത്. ശരിക്കും 3 ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും കൂടി എന്താ പറയുക അഗ്രിഗേറ്റിനെയാണ് നമ്മൾ ഓവർ ഹെഡ് എന്ന് പറയുന്നതെങ്കിലും രണ്ടും നമ്മൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഈ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ശരിക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, ഇത് 3ഉം കൂടി ആഡ് ചെയ്യുന്നതാണ് നമ്മൾ ഓവർ ഹെഡ് എന്ന് പറയുന്നുണ്ട്. എങ്കിലും നമ്മൾ ആക്ച്വലി ഇൻകർ ചെയ്യുന്ന എക്സ്പെൻസ് ആണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഓവർ ഹെഡ് എന്ന് പറയുമ്പോൾ എസ്റ്റിമേറ്റഡ് എക്സ്പെൻസ് ആണ്. പക്ഷെ ആ വശമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റും ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റും ഇൻഡയറക്റ്റ് എക്സ്പെൻസസും കൂടി ചേരുന്നതിനെയാണ് നമ്മൾ ഓവർ ഹെഡ് എന്ന് പറയുക. എന്നിരുന്നാലും അത് എസ്റ്റിമേറ്റഡ് ആണ്, ആക്ച്വലി ഇൻകർ ചെയ്യണതല്ല. പക്ഷെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇൻകർ ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി പൊതുവിൽ 4ആയിട്ടാണ് നമ്മുടെ ഓവർ ഹെഡിനെ ഡിവൈഡ് ചെയ്യുക. ഫാക്ടറി ഓവർ ഹെഡ്, ഓഫീസ് ഓവർ ഹെഡ്, സെല്ലിംഗ് ഓവർ ഹെഡ്, ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. ഫാക്ടറി ഓവർ ഹെഡിനെ വർക്ക്സ് ഓവർ ഹെഡ് എന്നും പറയും. അപ്പൊ എന്തെല്ലാം ഇൻഡയറക്റ്റ് ചാർജസ് ഒരു പ്രോഡക്റ്റിന്റെ പ്രൊഡക്ഷനുമായി റിലേറ്റഡ് ആയിട്ട് ഉണ്ടാകുന്നുണ്ടോ അത് നമുക്ക് ഫാക്ടറി ഓവർ ഹെഡിൽ വരും. ഇൻഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് ലേബറും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് 3 that is in concern with producing the goods or service, അതിനെ നമ്മൾ ഫാക്ടറി ഓവർ ഹെഡ് എന്നാണ് പറയുക. അതായത് കൺസ്യൂമബിൾ സ്റ്റോർ, ഫാക്ടറി റെന്റ്, പ്ലാന്റിന്റെ ഡിപ്രിസിയേഷൻ, മെഷീനറിയുടെ റിപ്പയർസ്, ഫാക്ടറി ഇൻഷുറൻസ്, ഓഫീസ് സാലറി, ഡ്രോയിങ് ഓഫീസ് സാലറി, കോള്, ഗ്യാസ്, പവർ, ഇതെല്ലാം ആ പ്രൊഡക്ഷനായിട്ട് ഡയറക്റ്റ് ആണ്. ഒന്നില്ലെങ്കിൽ അതൊരു ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആണ്, അല്ലെങ്കിൽ അതൊരു ഇൻഡയറക്റ്റ് ലേബർ ആണ്, അല്ലെങ്കിൽ അതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇതെല്ലാം കൂടി ചേരുന്നതാണ് ഫാക്ടറിയുമായി റിലേറ്റഡ് ആയിട്ട്, പ്രൊഡക്ഷനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ 3 ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ കൂടി ചേരുന്നതാണ് ഫാക്ടറി ഓവർ ഹെഡ്. ഇതുപോലെ തന്നെയുള്ളതാണ് ഓഫീസ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് തന്നെയാണത്. ഫോർമുല എന്തുമായി പ്രൊഡക്ഷനായിട്ട് റിലേറ്റഡ് അല്ല, മറിച്ച് പോളിസി, പ്ലാനിങ്, കൺട്രോളിങ്, ഡയറക്റ്റിംഗ്, മോട്ടിവേറ്റിംഗ് ദ പേഴ്സണൽ ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ പോളിസി ഫോർമുലേഷൻ, പ്ലാനിങ്, കൺട്രോളിങ്, ഡയറക്റ്റിംഗ്, മോട്ടിവേറ്റിംഗ് ചെയ്യേണ്ട ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ഇൻകർ ചെയ്യുന്ന എക്സ്പെൻസ് ആണ് ഓഫീസ് എന്ന് പറയുന്നത്. അതായത് ഓവർ ഹെഡ് എന്ന് പറയും നമ്മളത്. ഓഫീസ് റെന്റ്, ഓഫീസിലിരിക്കുന്ന ആൾക്കാരുടെ സാലറി, പോസ്റ്റ്, പ്രിന്റിങ്, സ്റ്റേഷനറി, ലീഗൽ ചാർജസ്, ഓഡിറ്റ്, അക്കൗണ്ട്സ്, ഓഫീസിന്റെ ലൈറ്റിംഗ്, ഹീറ്റ്, ഫർണിച്ചറിന്റെ ഡിപ്രിസിയേഷൻ, ടെലിഫോൺ ചാർജ്, ഡയറക്ടറിന്റെ ഫീ ഒക്കെ ഓഫീസ് ഓവർ ഹെഡിലാണ് വരിക. കാരണം അത് ഒരു ഓഫീസ് അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന കോസ്റ്റ് ആണ്. ഇനി സെല്ലിംഗ് ഓവർ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുക, പ്രൊമോട്ടിംഗ് സെയില്, ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുക, സ്റ്റിമുലേറ്റ് ചെയ്യുക, കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇൻകർ ചെയ്യുന്നതാണ് സെല്ലിംഗ് ഓവർ ഹെഡ്. അതായത് അഡ്വർടൈസിങ്, സെയിൽസ്മാന്റെ സാലറി കമ്മീഷൻ, ബാഡ് ഡെറ്റ്, മാർക്കറ്റ് റിസർച്ച്, ട്രാവലറിന്റെ സാലറീസ്, സെയിൽസ്മാന്റെ സാലറീസ്, സെയിൽസ് ഓഫീസ് ഷോറൂം എക്സ്പെൻസ്, സെയിൽസ് മാനേജറിന്റെ സാലറി, സാമ്പിള്, ഫ്രീ ഗിഫ്റ്റ്, ആഫ്റ്റർ സെയിൽ സർവീസ് എക്സ്പെൻസ്, ഇതൊക്കെ സെല്ലിംഗ് ഓവർ ഹെഡിലാണ് വരിക. ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് indirect expense incurred from the time the product are completed in the factory.
ഫാക്ടറിയിൽ പ്രൊഡക്ഷൻ കഴിഞ്ഞ് ഡെസ്റ്റിനേഷൻ എത്തുന്നതിന്റെ ഇടയിൽ ഉണ്ടാകുന്ന എക്സ്പെൻസ്. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അതാണല്ലോ. വെയർഹൌസിന്റെ ഗോഡൌണിന്റെ റെന്റ്, വെയർഹൌസ് സ്റ്റാഫിന്റെ സാലറി, പാക്കിംഗ് എക്സ്പെൻസസ്, ഡെലിവറി മാന്റെ എക്സ്പെൻസസ്, കാരേജ് ഔട്ട്വേർഡ് എക്സ്പെൻസസ്, ഇൻഷുറൻസ് ഓഫ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, ഇതെല്ലാം വരുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിലാണ്. അപ്പൊ നമ്മൾ എലമെന്റ്സിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ വരുന്നുണ്ട്. ഇതിനെ മൂന്നിനെയും ചേർത്തിട്ട് ഓവർഹെഡ് എന്ന് പറയാ. ആ ഓവർഹെഡ് ശരിക്കും എസ്റ്റിമേറ്റഡ് ആണ്, ആക്ച്വലി ഇൻകേർഡ് അല്ല, വരാൻ സാധ്യതയുള്ളതാണ്. അതിനെ തന്നെ നമ്മൾ ഫാക്ടറി പ്രൊഡക്ഷനുമായി റിലേറ്റഡ് ആയിട്ട് വരുന്നതാണെങ്കിൽ ഫാക്ടറി, അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്, അതുപോലെ സെല്ലിങ്ങിന്റെ വേണ്ടിയിട്ടാണെങ്കിൽ സെല്ലിംഗ് ഓവർഹെഡ്, ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്, എന്താണ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസും എന്താണ് ഓവർഹെഡ്, പലതരത്തിലൊന്നും ഒരു കൺഫ്യൂഷൻ വരരുത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഇപ്പൊ നമുക്കറിയാം ഈ ഒരു സബ്ജക്ട് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും കൂടി ചേർന്നിട്ടാണ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. അത് നമുക്കറിയാം ഒരുപാട് ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു ബാധ്യത ഉണ്ട് എപ്പോഴും മാനേജ്മെന്റിന്. അപ്പൊ ഇങ്ങനെ മാനേജ്മെന്റ് എങ്ങനെ ഡിസിഷൻ എടുക്കുക, അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷന്റെ ബേസിസിലാണ്. ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരം ഇൻഫർമേഷനുകൾ മുഴുവനായിട്ട് കൊടുക്കാൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനും പറ്റുന്നില്ല, കോസ്റ്റ് അക്കൗണ്ടിങ്ങിനും പറ്റുന്നില്ല. ഈ രണ്ട് അക്കൗണ്ടിങ്ങുകളുടെ ലിമിറ്റേഷൻ കാരണം പുതിയതായിട്ട് ഉണ്ടായി വന്ന ഒരു കോൺസെപ്റ്റ് ആണ്, ന്യൂ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ജെയിംസ് എസ് ബ്ലിസ് ആണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് കോൺസെപ്റ്റിന്റെ ഒറിജിനേറ്റർ. എല്ലാ ഓർഗനൈസേഷനും നമുക്കറിയാം അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമാണ്. ഡെയിലി ഓപ്പറേഷൻസ് മാനേജ് ചെയ്യാനായാലും, ഫ്യൂച്ചർ ഓപ്പറേഷൻസ് പ്ലാൻ ചെയ്യാനായാലും, പാസ്റ്റ് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനും ഒക്കെ ഇത്തരം ഡിസിഷൻസ് എടുക്കേണ്ടി വരും. അപ്പൊ മാനേജേഴ്സിന് റെലവെന്റ് ആയിട്ട് ഉള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക, സോ ദാറ്റ് ഇത്തരം ഇതുമായി ബന്ധപ്പെടുന്ന ഡിസിഷൻസ് അവർക്ക് എടുക്കാൻ പറ്റും. ഈ ഒരു ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ്ങിനെയാണ് നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. സോ റോബർട്ട് ആന്റണി എന്ന് പറയുന്ന ഒരു ആള് പറഞ്ഞത്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഇസ് കൺസേൺഡ് വിത്ത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വിച്ച് ഇസ് യൂസ്ഫുൾ ടു മാനേജ്മെന്റ്. മാനേജ്മെന്റിന് ഉപകാരപ്രദമായിട്ടുള്ള അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, അതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് അവരെന്താ ഡിഫൈൻ ചെയ്തിരിക്കണ വെച്ചാൽ, എനി ഫോം ഓഫ് അക്കൗണ്ടിങ് വിച്ച് എനബിൾസ് എ ബിസിനസ് ടു ബി കണ്ടക്ടഡ് മോർ ഇഫക്റ്റീവ്ലി can be regarded as management account. ഒരു ബിസിനസിനെ മോർ ഇഫക്റ്റീവ്ലി റൺ ചെയ്യാനായിട്ട് സഹായിക്കുന്ന എല്ലാ ഇൻഫർമേഷൻ അടങ്ങുന്ന അക്കൗണ്ടിങ്ങിനെ നമുക്ക് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയാം. ഇനി വേറൊരു ഡെഫിനേഷൻ പറയുന്നത്, ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഡെഫിനേഷൻ എന്ന് പറയുന്നതും അതാണ്. Presentation of accounting information in such a way so as to assist management and creation of policy and the day-to-day operation of an undertaking. ഒരു അണ്ടർടേക്കിങ്ങിന്റെ ഡേ ടു ഡേ ഓപ്പറേഷനും പോളിസി, ആ ഒരു ഓർഗനൈസേഷന്റെ എൻറ്റയർ പോളിസി ഫോർമുലേഷനും അസിസ്റ്റ് ചെയ്യുന്ന തരത്തിൽ വേണ്ട അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പ്രസന്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ് രീതിനെയാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയും. അപ്പൊ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ്, പക്ഷെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ പോലെ ഫിനാൻഷ്യൽ ആസ്പെക്ട് കാണിക്കലല്ല, കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ പോലെ കോസ്റ്റ് ആസ്പെക്ട് പ്രോഫിറ്റ് ലോസ് കാണിക്കുകയല്ല, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ പോലെ കോസ്റ്റ് ഇൻകറിങ് കാണിക്കുകയല്ല. പക്ഷെ ഒരു ഓർഗനൈസേഷന് ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന അക്കൗണ്ടിങ്ങിന്റെ പാർട്ടിനെയാണ് നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയാം. സോ അത് ഇറ്റ് ഹെൽപ്സ് മാനേജ്മെന്റ് ടു ക്യാരി ഔട്ട് ഇറ്റ്സ് ഫങ്ഷൻസ് മോർ ഇഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യന്റ്ലി.